ഹലോ ഗൈസ്, സജിൽസ് ടെക് സെൻറ്ററിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ബിഗ് ബൈറ്റ് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു മൈനിങ് വെബ്സൈറ്റാണ്. അപ്പോൾ ഇതിൽ സാധാരണ നമ്മൾ ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്തിട്ട് മൈൻ ചെയ്യുന്നത് പോലെയല്ല. അതായത് ഓരോ നോഡായിട്ട് നമ്മൾ മൈൻ ചെയ്യലാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ ലോഗിൻ ചെയ്ത് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിൻ ചെയ്യുന്നുണ്ട്. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് $0.80 ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇത് ഒരു നോഡ് എന്ന് പറയുന്ന അതിൻ്റെ വാല്യൂ ആണിത്. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ നോഡും ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഇൻകം കിട്ടുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു മൈനിങ് പ്രോസസ്സ് തന്നെയാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് $0.80 വാല്യൂ ഉള്ള ഒരു നോഡാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അത് ഓട്ടോമാറ്റിക് മൈനിങ് സ്റ്റാർട്ടാവും. നിങ്ങൾക്കിവിടെ കാണാം, ഇതിപ്പോൾ ലോഗിൻ ചെയ്തപ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ഇൻവെസ്റ്റ് ആയിരിക്കുന്നത് 0.80. അതുപോലെ തന്നെ മെച്യൂരിറ്റി ഇതിൻ്റെ ഇരട്ടി ആകുമ്പോൾ നമുക്ക് വീണ്ടും മൈൻ ചെയ്യാം. അതുമല്ലെങ്കിൽ നമുക്ക് BBB കോയിൻസ് ആയിട്ട് വിഡ്രോ ചെയ്യാൻ സാധിക്കും. അതായത് ബിഗ് ബൈറ്റ് ബ്ലോക്ക് കോയിൻസ് ആയിട്ട് വേവ്സ് എന്ന് പറയുന്ന എക്സ്ചേഞ്ചിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾ ഇതിൽ ലോഗിൻ ചെയ്യുക, സൈനപ്പ് ചെയ്ത് ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക. അതിനുശേഷം waves.exchange എന്ന് പറയുന്ന എക്സ്ചേഞ്ചിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എനിക്കിപ്പോൾ ഓൾറെഡി ഇതിൽ ഒരു അക്കൗണ്ട് ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ വാലറ്റ് അഡ്രസ്സ് കോപ്പി ചെയ്ത് ഇതിൽ പേസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം ചെയ്യേണ്ടത് ബ്ലോക്ക് നോഡ് എന്ന് പറയുന്ന ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോഴാണ് ഇവിടെ നോഡ് സ്റ്റാർട്ട് ആകുന്നത്. അതിനുശേഷം ജസ്റ്റ് ക്ലെയിം ഇൻകം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബട്ടണിൽ കൂടി പ്രസ് ചെയ്യുക കുറച്ച് നേരത്തിന് ശേഷം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു മെയിൽ വരും, ക്രെഡിറ്റഡ് $0.004 എന്ന് പറഞ്ഞിട്ട്. ഓരോ നോഡ് ഇതുപോലെ മൈൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മെസ്സേജ് വരും, നിങ്ങൾക്ക് എത്ര എമൗണ്ട് ക്രെഡിറ്റ് ആയി എന്ന് പറഞ്ഞിട്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ഇപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ഒന്നും ചെയ്യേണ്ട, ഫ്രീ ആയിട്ട് നമുക്കിപ്പോൾ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ ട്രസ്റ്റ് പൈലറ്റിൽ ഇതിൻ്റെ റിവ്യൂ മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 4.7 റിവ്യൂ ഉള്ള ഒരു വെബ്സൈറ്റാണിത്. അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ള റിവ്യൂ, 450 റിവ്യൂസ് ഉള്ളൊരു വെബ്സൈറ്റാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസമുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇതിലൊരു ഫ്രീ എയർ ഡ്രോപ്പ് കൊടുക്കുന്നുണ്ട്. 100 BBB ടോക്കൺസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു ടോക്കൺ 1 ഇയറെങ്കിലും ബ്ലോക്ക് ആയിരിക്കും. അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന ടോക്കൺ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് ഇതുപോലെ 100 BBB ടോക്കൺസ് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, താഴെ എയർ ഡ്രോപ്പ് കിട്ടിയ ആളുകളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. ഒരുപാട് പേർക്ക് എയർ ഡ്രോപ്പ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്കും ഈ എയർ ഡ്രോപ്പ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇവരുടെ കംപ്ലീറ്റ് റിവ്യൂസും അതുപോലെ തന്നെ മറ്റുള്ള വെബ്സൈറ്റിൽ ഇവരുടെ BB ടോക്കണിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ താഴെയുള്ള ലിങ്കിൽ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ടോക്കണിൻ്റെ കറൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് $0.05 എന്തേ ഉള്ളൂ. അപ്പോൾ ഏകദേശം 100 ടോക്കൺസിന് ഏകദേശം $5 വാല്യൂ മാത്രം വരുള്ളൂ. വേവ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴുള്ള വാല്യൂ ആണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഫ്യൂച്ചറിൽ അത്യാവശ്യം നല്ല വാല്യൂ വരികയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഏർണിങ്സ് ഇതിൽ നിന്ന് ലഭിക്കുകയാണ്. എന്തായാലും കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ ഈ രണ്ട് പ്രോസസ്സ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ സെറ്റിങ്സിൽ പോവുക. ഇവിടെ പ്രൊഫൈൽ ഇമേജ് കൊടുക്കുക. വേണമെങ്കിൽ കൊടുത്താൽ മതി ഇമേജ്, അത് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. അതുപോലെ തന്നെ പാസ്വേഡും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവരുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യണം. ഞാനിപ്പോൾ ലാപ്ടോപ്പിൽ എടുത്ത് കാരണം ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല. അതെന്തായാലും നിങ്ങൾ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ എയർ ഡ്രോപ്പ് എൻഡ് ആവുന്നത് ഈ മാസം 30-ാം തീയതിയാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എയർ ഡ്രോപ്പ് അവൈലബിൾ ആയിട്ട് കിട്ടില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കാണാം, നമുക്കിപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയ ഈ $0.8 ഓൾറെഡി ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ നോഡ് എന്ന് പറയുന്ന സെക്ഷനിൽ ഓർഡർ ഡീറ്റെയിൽസിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ബ്ലോക്ക് ഡേറ്റ് ഇപ്പോൾ ഇന്നാണ് ഞാൻ ഇത് ബ്ലോക്ക് ഡേറ്റ് സ്റ്റാർട്ട് ആയത്. അതുപോലെ തന്നെ മെച്യൂരിറ്റി ഡേറ്റ് 1 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് വരുന്നത്. എന്നാൽ മാത്രമേ 200% നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ ജോയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഓരോ ഫ്രണ്ടിനും ഓരോ നോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടും. അത് വീണ്ടും നിങ്ങൾക്ക് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒരു നോഡിൻ്റെ വാല്യൂ ആണ് ഈ $0.80 നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഓരോ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇത് കിട്ടും. ആ റെഫർ ചെയ്യുന്ന ആ ഫ്രണ്ടിനും ഓരോ നോഡ് വെച്ച് കിട്ടും. അത് നമുക്കിതിൽ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാം. 1 വർഷത്തേക്കാണ് ഇതിൻ്റെ മെച്യൂരിറ്റി പീരീഡ്. അത് കഴിഞ്ഞാൽ മാത്രമേ ഇത് നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുള്ളൂ. ലോക്കിംഗ് പീരീഡാണത്. എന്തായാലും ഫ്രീ ആയിട്ട്, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. നമ്മളിത് കമ്പ്യൂട്ടറൊന്നും ഓൺ ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ മൊബൈലൊന്നും ഓൺ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഇതുപോലുള്ള നോഡ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. മാക്സിമം ഇപ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ ജോയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഇതുപോലെ മൈനിങ് വീണ്ടും സ്റ്റാർട്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിലൊരുപാട് പേര് അപ്പോൾ ഇൻവെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ഒന്നും ചെയ്യേണ്ട, ഫ്രീ ആയിട്ട് മാത്രം നമ്മളിത് യൂസ് ചെയ്താൽ മതി.
അപ്പോൾ ഒരു കാര്യം നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വേവ്സ് എക്സ്ചേഞ്ചിൽ പോയിട്ട് അതിൻ്റെ അഡ്രസ്സ് ഇതിൽ കോപ്പി പേസ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കത് വിഡ്രോ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് കാണാം പ്രൊഫൈൽ സെറ്റിങ്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ വരിക. ഇവിടെ അപ്ഡേറ്റ് പ്രൊഫൈൽ ഇൻഫോ കൊടുക്കുക. അവിടെ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ നിങ്ങളെക്കുറിച്ച് കൊടുക്കാം. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ ടെലഗ്രാം യൂസർ ID, ദെൻ വേവ്സ് എക്സ്ചേഞ്ച് ID ഇത് തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കണം. എന്നിട്ട് വേണം നിങ്ങൾ സേവ് ചെയ്യാൻ. അപ്പോൾ വേവ്സിൻ്റെ വാലറ്റ് അഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വേവ്സ് എക്സ്ചേഞ്ചിൽ വരിക. ദെൻ ഇവിടെ വാലറ്റ് ഏറ്റവും മുകളിൽ വാലറ്റ് കാണാൻ സാധിക്കും. അവിടെ നിന്നിട്ട് അസറ്റ്സ് എടുക്കുക. ഓക്കെ, ദെൻ ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ പ്രസ് ചെയ്ത് ഇവിടെ സെലക്ട് അസറ്റിൻ്റെ അവിടെ വേവ്സ് എടുക്കുക. ഓക്കെ, വീണ്ടും വേവ്സ് സെലക്ട് ചെയ്യുക. ഇതായിരിക്കും നിങ്ങളുടെ വേവ്സ് അഡ്രസ്സ് വരുന്നത്. ഇത് കോപ്പി ചെയ്തെടുക്കുക. വീണ്ടും വെബ്സൈറ്റിലേക്ക് വരിക. ഈ ഒരു സെക്ഷനിൽ അഡ്രസ്സ് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു സെക്ഷനിൽ നിങ്ങളുടെ മെറ്റമാസ്ക് ID കൂടി കൊടുക്കണം. ഇതൊക്കെ പിന്നീട് കൊടുത്താൽ മതി, ഇപ്പോഴൊന്നും ചെയ്യേണ്ട. വിഡ്രോവൽ ടൈമൊക്കെ ആകുമ്പോൾ കൊടുത്താൽ മതി. എന്നാലും അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. മെറ്റമാസ്ക് ഓപ്പൺ ചെയ്യുക. ഇല്ലാത്തവർ അത് ഇൻസ്റ്റാൾ ചെയ്യുക. ദെൻ നിങ്ങളുടെ എത്തേറിയം അഡ്രസ്സ് ജസ്റ്റ് കോപ്പി ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ദെൻ സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, അത്തരം കാര്യങ്ങൾ നമ്മളിപ്പോൾ ചെയ്തിടുക. നിങ്ങളിപ്പോൾ ആരെങ്കിലും റെഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇപ്പോൾ ടോട്ടൽ ബ്ലോക്ക്ഡ് എന്ന് 1 ആണ് കാണിക്കുന്നത്. കാരണം സൈനപ്പ് ബോണസ് 1 ആണ്. അതുപോലെ ഓരോരുത്തർ ജോയിൻ ചെയ്യുമ്പോൾ ഇതിൽ ബ്ലോക്സ് കൂടും. അതിനനുസരിച്ച് നിങ്ങളുടെ വാല്യൂ ഇവിടെ കൂടുന്നത് കാണാൻ സാധിക്കും. ഇതിൽ ഡെപ്പോസിറ്റ് ഓപ്ഷനൊക്കെ ഉണ്ട്. ഡെപ്പോസിറ്റ് ഒന്നും ചെയ്യേണ്ട, ഫ്രീ ആയിട്ട് കിട്ടുന്ന ഓപ്ഷൻസ് മാത്രമാണ് നമ്മൾ കൂടുതലും നമ്മൾ ചാനലിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഫ്രീ ആയിട്ട് ഇതുപോലെ കിട്ടുന്ന മൈനിങ് ഓപ്ഷൻ ആയാലും എന്തായാലും നിങ്ങൾ മാക്സിമം കളക്ട് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഡാഷ്ബോർഡും മറ്റും കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ 3 ലൈനിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇൻകം ബുക്ക് ജസ്റ്റ് നമുക്കൊന്ന് എടുത്തു നോക്കാം. ഇവിടെ ഇപ്പോൾ കാണാം സൈനപ്പ് ബോണസ് 0.9 ആയിരുന്നു. അതിൽ നിന്ന് 0.8 ഒരു നോഡിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നോഡിൽ നിന്ന് നമുക്കിപ്പോൾ കിട്ടിയ ഇൻകം എന്ന് പറയുന്നത് 0.004 ആണ്. ഇപ്പോൾ ജസ്റ്റ് നമ്മളിപ്പോൾ സൈനപ്പ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഈ ഒരു എമൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാലൻസ് 0.10. ഓക്കെ, ഇത് 0.80 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ബ്ലോക്ക് നോഡ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നോഡ് സ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ റെഫർ ആൻഡ് ഏൺ എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. നിങ്ങൾക്കിപ്പോൾ റെഫറൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ ജോയിൻ ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നിട്ട് നിങ്ങൾ കോപ്പി ചെയ്യുക, റെഫറൽ കോഡ് ദെൻ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ റൺ കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഫേസ്ബുക്കിലും മറ്റും റെഫർ ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. അത് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ റെഫറൽസിന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ പറ്റുന്ന ആളുകളെല്ലാം മാക്സിമം ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട. ജസ്റ്റ് സൈനപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു നോഡ് ഓപ്പൺ ആയി കിട്ടും. അത് ജസ്റ്റ് ക്ലെയിം ഇൻകം എന്ന് പറയുന്ന അല്ലെങ്കിൽ ബ്ലോക്ക് നോഡ് എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് നോഡ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഞാൻ പറയുകയാണ്, ഇൻവെസ്റ്റ് ഒന്നും ചെയ്യരുത്. നമുക്ക് അറിയാത്ത വെബ്സൈറ്റുകളൊക്കെ ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. മാക്സിമം ഫ്രീ ആയിട്ട് കിട്ടുന്ന ഓപ്ഷൻസ് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. അതിലൂടെ മാക്സിമം ഏർണിങ്സ് കളക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്നുള്ള ഫ്രണ്ട്സായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനി പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.